എനിക്കിപ്പോൾ ധൈര്യമായിട്ട് 5 വർഷം എന്ന് പറയാം. കഴിഞ്ഞ 29 തീയതിക്കുമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം വരെ ഉള്ളൂ ഇതൊരു സംശയം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ശ്രീ പാട്ടൂർ രാധാകൃഷ്ണൻ, വിദ്യാഭ്യാസ സമിതി ചെയർമാൻ ശ്രീ ചെമ്പഴി ഉദയൻ, അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ സെക്രട്ടറി ശ്രീ മുഹമ്മദ് ഷാഫി, ചലച്ചിത്ര താരങ്ങൾ പ്രിയപ്പെട്ട ശ്രീ ദിനേശേട്ടൻ, പ്രിയങ്ക, അഖിലാനന്ദ്, പിന്നണി ഗായിക, മറ്റ് സൂപ്പർ ടീം എഞ്ചിനീയർ, അതോടൊപ്പം തന്നെ സഖി ഷൈനി ഉൾപ്പെടുന്ന ജീവനക്കാരുണ്ട്, മറ്റ് കൗൺസിലർമാരുണ്ട്, മാധ്യമപ്രവർത്തകരുണ്ട്, സഹപ്രവർത്തകർ എല്ലാവരും നമസ്കാരം. 5 മണിയായി, ഏകദേശം എല്ലാവർക്കും വീട്ടിൽ പോകേണ്ട സമയം. അതുകൊണ്ട് തന്നെ ഞാനൊരു പ്രസംഗത്തിലേക്ക് കടന്നാൽ വലിയൊരു സാഹസമായിരിക്കുമെന്ന് മാത്രമല്ല, നേരായതുകൊണ്ട് പ്രസംഗം അവസാനിപ്പിക്കാൻ പറയാൻ അത് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ, വേറെ വേണേൽ തുന്നൽ ചോദിക്കുന്നതിന്. അതുകൊണ്ട് തന്നെ ഞാൻ അത്തരത്തിലൊരു പാതകത്തിലേക്ക് കടക്കുന്നില്ല. മാത്രമല്ല, പ്രിയങ്കയുണ്ട്, അഖിലയുണ്ട്, ദിനേശേട്ടുണ്ട്. അവരൊക്കെ പറയുന്നതും പാടുന്നതൊക്കെ കേൾക്കാനാണ് എല്ലാവർക്കും ആഗ്രഹവും താല്പര്യവും. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം മേയറാകുന്നതിന് മുൻപ് പോലെ അല്ല ആയതിനു ശേഷം ഇവിടുത്തെ പിരിമുറുക്കം ചില്ലറ പിരിമുറുക്കമൊന്നും അല്ല ഭരണാധികാരികളും ജീവനക്കാരും അനുഭവിക്കുന്നത് എന്നുള്ളത് കോർപ്പറേഷനെ പുറത്തു നിന്ന് നോക്കുന്ന ആർക്കും മനസ്സിലാവുകയില്ല. ഇവിടുത്തെ അല്ലേ, പുറത്തുനിന്ന് നോക്കുമ്പോഴേക്കും ഇത് വലിയൊരു കൊടിയൊക്കെ കാറിൽ പോകുന്നു, ചാനൽ വാർത്ത കാണും, തിരുവനന്തപുരം കോർപ്പറേഷൻ ഓൺ ഫണ്ടൊക്കെ ഉള്ള കോർപ്പറേഷനാണ്, മനോഹരമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നു, പ്രധാനമന്ത്രിയുടെ കൂടെ നിൽക്കുന്നു എന്ന വാർത്ത. സെക്രട്ടറിമാരാണെങ്കിൽ എല്ലാ ദിവസവും ചാനലിലാണ് നിൽക്കുന്നത്, സെക്രട്ടറിമാർ ഉൾപ്പെടെ ഉള്ളത് ജീവനക്കാരൊക്കെ. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വാർത്ത ഇല്ലാത്ത ദിവസം ചുരുക്കമാണ്. അത് ആര് മേയറായാലും അത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് വലിയൊരു ഗ്ലാമർ ലോകമാണ്. പക്ഷേ നമുക്ക് അകത്തിരിക്കുന്നവർക്കറിയാം ഉണ്ടാകുന്ന BP എന്നും കൂടിക്കൊണ്ടേയിരിക്കും പലർക്കും. ഞാനത് പ്രശ്നമില്ല. അപ്പോൾ തീർച്ചയായിട്ടും വലിയ സന്തോഷം. ഞാൻ അത്ഭുതപ്പെട്ടു, ഷൈനിയുടെ ഉള്ളിൽ ഇത്രത്തോളം വലിയൊരു കലാകാരി ഉണ്ടായിരുന്നു എന്നുള്ളത് എന്നെ വളരെ സന്തോഷിപ്പിച്ച ദിവസങ്ങളായിരുന്നു. 3-4 ദിവസം മുമ്പ് വൈകുന്നേരം ഉച്ചയ്ക്ക് ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് ഷൈനി 3-4 പേരും കൂടെ എൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കലാസാംസ്കാരിക സംഘടനകൾ ആരംഭിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഇതുവരെ ഇല്ലേന്ന് ചോദിച്ചു. ഇല്ല, ഞങ്ങൾ തുടങ്ങുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങൾ വന്നതിന് ശേഷം കുറച്ച് പിരിമുറുക്കം കൂടിയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംഘടന ആയിക്കോട്ടെ എന്ന് ചോദിച്ചത്. അപ്പോൾ തന്നെ നമ്മൾ ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് കൊടുക്കുമെന്നും ഞാൻ പറഞ്ഞത്. ഏത് തരത്തിലാവാം, അതുകൊണ്ട് അങ്ങേറ്റം പിന്തുണയ്ക്കുകയാണ്. മാത്രമല്ല, ഹരിതകർമ്മ നമ്മൾ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞിട്ട് ശുചീകരണത്തിൽ ഏർപ്പെട്ട തൊഴിലാളികൾക്കായിട്ട് അവിടെ RDR ഹാളിൽ നമ്മുടെ ഒരു മീറ്റിംഗ് നടത്തിയല്ലോ, ഭക്ഷണം കഴിച്ചിട്ട് മീറ്റിംഗ് നടത്തിയത്. അവിടെ ഞാൻ ചെന്നപ്പോൾ ഹരിതകർമ്മ സേനയിലെ ചില ജീവനക്കാർ വളരെ മനോഹരമായി വളരെ ഭംഗിയായിട്ട് അവർ പാട്ട് പാടുന്നത് കേട്ടുകൊണ്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പോൾ നമ്മളൊക്കെ തന്നെ ഓരോ തൊഴിൽ മേഖലയിലും എത്തിപ്പെടുമ്പോൾ അതുമായിട്ട് താരതമ്യം പ്രാപിക്കുകയാണ്. ഒരുപക്ഷെ കലാരംഗത്ത് എത്തേണ്ട അവസരം ലഭിച്ചിരുന്നെങ്കിൽ ഇരിക്കുന്നതിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ജീവനക്കാരിൽ പലരും ഏറ്റവും മികച്ച പ്രിയങ്കമാരോ അഖിലമാരോ ദിനേശ് പണിക്കന്മാരോ ഒക്കെ ആകുമായിരുന്നു. പക്ഷേ നമ്മളുടെ ജീവിത സാഹചര്യം മറ്റൊന്നായതുകൊണ്ടാണ്. എങ്കിലും നമ്മുടെ ഉള്ളിലുള്ള വാസനകൾ പുറത്തു വരുവാനുള്ള സാഹചര്യം ഉണ്ടാകണം, അവസരം ഉണ്ടാകണം. ഞാനൊരു കാര്യം പറയാം, നമ്മളുടെ 10 മണി മുതൽ 5 മണി വരെയുള്ള ജോലിക്ക് തടസ്സം വരാത്ത തരത്തിൽ ഏതു തരത്തിലുള്ള നിങ്ങളുടെ കലാവാസനയെയും പിന്തുണയ്ക്കുന്ന ഭരണസമിതി ആയിരിക്കും ഈ ഭരണസമിതി എന്നുള്ള കാര്യത്തിൽ അങ്ങേയറ്റം തന്നെ ഞാൻ ഓപ്പണായിട്ടാണ് നിങ്ങളെ പറയുന്നത്. അതിൽ നിങ്ങളുടെ കൗൺസിലർമാരൊക്കെ തന്നെ നിങ്ങളെക്കാൾ മികച്ച കലാകാരന്മാരും കലാകാരികളും നിങ്ങളുടെ കൗൺസിലിൽ തന്നെ ഉണ്ട്. അവരെയൊക്കെ കൂട്ടിക്കോളൂ. എല്ലാ തരത്തിലുള്ള പിന്തുണയും നിങ്ങൾക്ക് ചെയ്തു തരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് സാമ്പത്തിക ചിലവൊക്കെ ഇതൊക്കെ സംഘടിപ്പിക്കണമെങ്കിൽ അപ്പോൾ നമുക്ക് ആലോചിക്കാം എന്തൊക്കെ ചെയ്യേണ്ട പറ്റുമെന്ന് നമുക്ക് ആലോചിക്കാം. ഒരു റെസ്ട്രിക്ഷനും ഒരു നിയന്ത്രണം ഉണ്ടാവുകയില്ല. അത് നമ്മുടെ ഒരു കുടുംബാംഗങ്ങൾ പോലെ തന്നെ നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അക്കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ രണ്ടുപേരും, മേയറായാലും ഭരണാധികാരത്തിന് നേതൃത്വം കൊടുക്കുന്ന കൗൺസിലറായാലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായാലും ഡെപ്യൂട്ടി മേയർ, നമ്മുടെ ജോലിയിൽ ഞങ്ങൾ വെള്ളം ചേർക്കാൻ പാടില്ല, നിങ്ങളുടെ ജോലിയിൽ നിങ്ങളും വെള്ളം ചേർക്കാൻ പാടില്ല. പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ഒത്തൊരുമിച്ചാകാം. അടുത്ത ദിവസം ഓണാഘോഷം നടക്കുന്നുണ്ട്, പരമാവധി ആസ്വദിക്കുക. നമ്മുടെ കോർപ്പറേഷൻ സെക്രട്ടറി മുഹമ്മദ് ഷാഫി, അദ്ദേഹത്തെ ഞാൻ അങ്ങറ്റം തന്നെ അഭിനന്ദിക്കുകയാണ് കാര്യത്തിൽ. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഞങ്ങളൊക്കെ ഈ തിരക്ക് പിടിച്ച് വിട്ടുപോയാലും അദ്ദേഹത്തിൻ്റെ വർക്കിനോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഓണാഘോഷമായാലും മറ്റ് പരിപാടികളായാലും ചിട്ടപ്പെടുത്തുവാൻ വേണ്ടി അദ്ദേഹം അങ്ങേയറ്റം തന്നെ നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഔദ്യോഗിക ബന്ധങ്ങളൊക്കെ തന്നെ സ്പോൺസർഷിപ്പിനായി മറ്റു കാര്യങ്ങൾക്കൊക്കെ തന്നെ കണ്ടറിഞ്ഞ് വിനിയോഗിക്കുന്നുണ്ട്. ചെയ്തതിന് ശേഷമായിരിക്കും ഞങ്ങൾ അറിയുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ദേശഭക്തി ഗാനമായാലും ഒക്കെ തന്നെ മത്സരം സംഘടിപ്പിക്കാനൊക്കെ തീർച്ചയായിട്ടും അത്തരത്തിൽ നല്ല തരത്തിലൊരു കൂട്ടായ്മയായിട്ട് നമുക്ക് ഒരുമിച്ചൊരു കുടുംബാംഗങ്ങളെ പോലെ മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിലുള്ള എനിക്കിപ്പോൾ ധൈര്യമായിട്ട് 5 വർഷം എന്ന് പറയാം. കഴിഞ്ഞ 29 തീയതിക്കുമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം വരെ ഉള്ളൂ ഇതൊരു സംശയം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ
എന്തായാലും ആ പ്രതിസന്ധി ഉണ്ട് എന്നുള്ള ആശങ്കമാക്കും വേണ്ട. വരാൻ പോകുന്ന 5 വർഷം നിങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും തരുന്ന ഒരു കൗൺസിലായിരിക്കും ഇതിനകത്ത് ഉണ്ടാകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ യാതൊരു സംശയം വേണ്ടി കാര്യം ചെയ്യുന്നു. ഞാൻ പറയുന്നത് ഷൈനി, നിങ്ങളുടെ ഭാരവാഹികളാണെന്ന് എനിക്കറിയില്ല. തിരുവരങ്ങിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരോട് എനിക്ക് പറയാം, സീൻ സെക്രട്ടറിയൊക്കെ ശ്രദ്ധിക്കണം. കഴിയുമെങ്കിൽ നിങ്ങൾ മാസത്തിൽ ഒരു ദിവസം, ഒരു സെക്കൻഡ് സാറ്റർഡേ തലേദിവസമുള്ള വെള്ളിയാഴ്ചയോ പിറ്റേ ദിവസം വർക്കില്ലാത്ത ദിവസം, നിങ്ങളൊരു ദിവസം വൈകുന്നേരം എല്ലാ മാസത്തിലും വരികെ ഒരു ദിവസം 2 മണിക്കൂറിലൂടെ കലാപരിപാടികൾ നടത്തുന്നതിൽ നേരെന്നുള്ള നിലയ്ക്ക് ഞാൻ അങ്ങോട്ട് തന്നെ നിങ്ങളോട് പറയുകയാണ്. മാസത്തിൽ ഒരു ദിവസം, ഒരു സെക്കൻഡ് സാറ്റർഡേ തലേദിവസമുള്ള വെള്ളിയാഴ്ചയാവാം, ഒരു 4 മണി മുതൽ 6 മണി വരെ നിങ്ങൾ ചെയ്ത് ബുദ്ധിമുട്ടില്ല. പക്ഷേ അതിൽ ഹരിതകർമ്മസേനകളെയും മറ്റുള്ള സോണലുള്ളവർക്കും കൂടെ അവസരം കൊടുക്കണം. എല്ലാവരും വരണമെന്ന് നിർബന്ധിക്കേണ്ട. അപ്പോൾ അവർക്ക് അവരുടേതായ പാട്ടുകൾ പാടാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ട് മാറും. ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലെ സോഷ്യൽ മീഡിയക്കാർക്ക് നിർത്തുകൊണ്ടിരിക്കുകയില്ലേ, സ്ഥലത്തും ഇവരെല്ലാം നിൽക്കുകയാണ്. എല്ലാവരും തിരുവനന്തപുരം കോർപ്പറേഷൻ ഇല്ലാത്ത ദിവസമല്ല സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ അതിലൊക്കെ അങ്ങനെ ആരെങ്കിലും കയറി ക്ലിക്കായി കഴിഞ്ഞാൽ നാളെ അവർക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ നമ്മളായിട്ട് എന്തിനാണ് തടയുന്നത്? അങ്ങനെ ഒരു അവസരം നമുക്ക് ഉണ്ടായി കൊടുക്കാതെ പറഞ്ഞുകൊണ്ട് അതിനൊന്നും ഈ ഭരണസമിതി ഇരിക്കുന്നതോടെ ഈ കോർപ്പറേഷൻ യാതൊരു റെസ്ട്രിക്ഷൻ ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, നിങ്ങളോടൊപ്പം നിന്ന് ഞങ്ങൾ അതൊക്കെ സഹകരിക്കും. ഈ ചെമ്പഴി അങ്ങനെ പാട്ട് പാടാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൂടെ കൂട്ടിക്കോളൂ. കൗൺസിലർമാർ നിരവധി കലാകാരന്മാർ, കാരണം ഞാൻ പറഞ്ഞ ഉദയൻ്റെ പാട്ട് പാടുന്നതാണ് കഴിവുള്ള ഒരുപാട് കലാകാരന്മാരുണ്ട്, അവരെ കൂട്ടിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ കൂടി കളർഫുള്ളാക്കി നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു എല്ലാവരുടെ പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി മുഖാന്തരം പ്രഖ്യാപിക്കുന്ന